നമസ്കാരം. ലോകത്തിൽ ഏറ്റവും അപകടകാരിയായ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ പല പേരുകളും ഉയർന്നു കേൾക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നും, അതല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണെന്നും, അതല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പറയുന്നവരുണ്ട്. എങ്കിൽ മറ്റൊരു കൂട്ടർ പറയുന്നത് ഇവർ ആരുമല്ല, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ആണ് എന്ന് പറയുന്നവരുമുണ്ട്. എങ്കിൽ ഇവർ ആരുമല്ല എന്ന് പറയുന്നവർ വേറെ ഒരു ആൾക്കാരുമുണ്ട്. അതായത് അവർ പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് പറയുന്നത് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ആണെന്ന് പറയുന്നവരുണ്ട്. ഇത് പറയാനുള്ള കാരണം എല്ലാ ലോകരാജ്യങ്ങളും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു ആയുധമാണ് ആണവായുധം അഥവാ ന്യൂക്ലിയർ. ഈ ആണവായുധം ഏതെങ്കിലും ഒരു രാജ്യം മറ്റു രാജ്യങ്ങളിലേക്ക് പ്രയോഗിച്ചാൽ ഉടൻ തന്നെ ആ രാജ്യം തകർന്ന് തരിപ്പണമാകും. നിലവിൽ ഒരു ആണവായുധ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഉത്തര കൊറിയ ഭരണാധികാരി കിം ജോങ് ഉൻ. ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസത്തെ രൂക്ഷമായി വിമർശിക്കുകയും ശത്രുക്കളെ നേരിടാൻ ആണവായുധങ്ങൾ പുറത്തേക്ക് എടുക്കും എന്നൊരു ഭീഷണിയാണ് കിം ജോങ് ഉൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആണവായുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള തന്റെ ഏറ്റവും ആധുനിക യുദ്ധക്കപ്പലിന്റെ പരിശോധനയ്ക്കിടെ ആ ഒരു സമയത്ത്, അതായത് ആ ഒരു സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഈ ഭീഷണി ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത്. കിം ജോങ് ഉൻ ഉത്തര കൊറിയയിലെ ലംബോ തുറമുഖത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ ദക്ഷിണ കൊറിയയും അമേരിക്കൻ കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ഈ അഭ്യാസത്തിന് ഉൽച്ചി ഫ്രീഡം ഷീൽഡ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 18,000 ദക്ഷിണ കൊറിയക്കാർ ഉൾപ്പെടെ 21,000 സൈനികർ പങ്കെടുക്കുന്ന വർഷത്തിൽ 2 തവണ നടത്തുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസ പരമ്പരയിലെ രണ്ടാമത്തേതാണ് 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു അഭ്യാസം. സൈനിക അഭ്യാസ പരമ്പരയിലെ രണ്ടാമത്തേതാണ് 11 ദിവസത്തെ അഭ്യാസം. കമ്പ്യൂട്ടർ അധിഷ്ഠിത കമാൻഡ് പോസ്റ്റ് പ്രവർത്തനങ്ങളും ഫീൽഡ് പരിശീലനവും ഈ അഭ്യാസങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സൈനിക അഭ്യാസമാണ് എന്ന് ദക്ഷിണ കൊറിയയും US പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങളുടെ ഗതി എന്നാണ് ഉത്തര കൊറിയ പറയുന്നത്. അതായത് ആക്രമണത്തിനുള്ള ഒരു തയ്യാറെടുപ്പ് എന്നാണ് ഉത്തര കൊറിയ പറയുന്നത്. മാത്രമല്ല അത്തരം അവസരങ്ങളിൽ പലപ്പോഴും ആയുധ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഉത്തര കൊറിയയുടെ പ്രതിരോധ മന്ത്രി നോ ക്വാങ് ചോൾ ഈ സൈനികാഭ്യാസങ്ങൾ സൈനിക ഏറ്റുമുട്ടലിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും ഏത് പ്രകോപനത്തിനും പ്രതികരിക്കാൻ തന്റെ സൈന്യം തയ്യാറാണെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിർത്തിയിലെ പിരിമുറുക്കം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള 2018 സൈനിക കരാർ പുനരാരംഭിക്കണമെന്നും ലീ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. കരാർ പുനരാരംഭിക്കുന്നത് ഇപ്പോൾ സംയുക്ത അഭ്യാസങ്ങളെ ബാധിക്കില്ല എന്നാണ് ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സൈനിക അഭ്യാസം ഒരു എല്ലാ വർഷവും നടത്തുന്ന ഒരു അഭ്യാസമായിട്ടാണ് പറയുന്നുണ്ടെങ്കിലും ഉത്തര കൊറിയ പറയുന്നത് അങ്ങനെയല്ല. കിം ജോങ് ഉന്നൊക്കെ അവരൊക്കെ പറയുന്നത് ഇതൊരു യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണ്, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു യുദ്ധത്തിനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ ഒരു പരിശീലനമാണ് നടക്കുന്നത്. ഏത് സമയവും ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നടക്കമാണ് കിം ജോങും ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആണവായുധം ചിലപ്പോൾ ഉത്തര കൊറിയ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഉത്തര കൊറിയയുടെ ഒരു രീതി സംബന്ധിച്ചിടത്തോളം സാധാരണ മറ്റു രാജ്യങ്ങൾ ആദ്യം ബുള്ളറ്റ് കൊണ്ടുള്ള ആക്രമണം അല്ലെങ്കിൽ ബോംബ്, ഡ്രോൺ അറ്റാക്ക് ഒക്കെ ആണെങ്കിൽ അതിനുശേഷം അവസാനമായിരിക്കും അവർ ഈ ആണവായുധം പോലെയുള്ള ബ്രഹ്മാസ്ത്രങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഉത്തര കൊറിയയുടെ സ്വഭാവം അങ്ങനെയല്ല. ആദ്യമേ തന്നെ ആണവായുധം എടുത്തിട്ടങ്ങ് പ്രയോഗിക്കുന്ന രീതിയാണ് അവർ പലപ്പോഴായി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയുടെ ഒരു ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി മറ്റ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഒരു പേടിയോടെയായിരിക്കും ഇതിനെ നിരീക്ഷിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.